എവ്രിവൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളുടെ സംസ്ഥാന ഫലമാണല്ലോ ചക്കപ്പഴം. നമുക്ക് ഇന്ന് അതുകൊണ്ടുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 20 ചക്കച്ചുളകളാണ് എടുത്തിരിക്കുന്നത്. ഇത് വരിക്കച്ചക്കയാണ്, അധികം പഴുത്തു പോവാത്ത കുറച്ച് മധുരമുള്ള ചക്കച്ചുളകളാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് 1 കപ്പ് മൈദ, 1/4 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ജീരകം, 1/4 കപ്പ് വെള്ളം. ഇനി വറക്കുന്നതിനാവശ്യമുള്ള എണ്ണ. ചക്കച്ചുളകൾ മുക്കിപ്പൊരിക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായി മൈദയിലേക്ക് അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ജീരകം, ഉപ്പ് ഇത്രയും മിക്സ് ചെയ്യാം. എടുത്തു വച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെയായി ചേർത്ത് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. മുഴുവൻ വെള്ളവും ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെയായി ചേർത്ത് കട്ട കെട്ടാതെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ലംസ് ഒന്നുമില്ലാതെ സ്മൂത്ത് ബാറ്റർ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ചക്കച്ചുളകളൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഓരോന്നും 2 കഷ്ണങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്ത ശേഷം കുരുവും പാടയും നീക്കി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അധികം പഴുത്തു പോകാത്ത വരിക്കച്ചക്കയാണ് ഇതുണ്ടാക്കാൻ എപ്പോഴും നല്ലത്. ചക്കച്ചുളകളെല്ലാം കുരുവും പാടയും കളഞ്ഞ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഈ ചൂടായിരിക്കുന്ന പാനിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഓരോ ചക്കച്ചുളയുടെ കഷ്ണങ്ങളും ബാറ്ററിൽ മുക്കി ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഫ്രൈ ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലിപ്പ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീണ്ടും നല്ല റെസിപ്പീസുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. Bye bye.